പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. സീതയെയും കൊണ്ട് പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് പറക്കുകയാണ് രാവണൻ. രാവണനെ തടുക്കുവാൻ ജടായു എന്ന പക്ഷി പരിശ്രമിച്ചു. പക്ഷേ ജടായുവിന്റെ 2 ചിറകുകളും ചന്ദ്രഹാസം കൊണ്ട് വെട്ടിയെരിഞ്ഞു. ജടായു ഭൂമിയിലേക്ക് പതിച്ചു. ഈ യാത്രക്കിടയിൽ ആപദ്ഘട്ടത്തിലും സീതയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു. തന്നെ ഇനി രക്ഷിക്കുവാൻ ആരുമില്ല എന്നും ജടായുധ താഴേക്ക് പോയി എന്നും ഇനി ഈ ദുഷ്ടന്റെ കൂടെ ഞാൻ പോകേണ്ടി വരുമെന്നും ഉറപ്പിച്ച സീത, എന്നാൽ ആ നിമിഷം ശ്രുതം വിശേഷ ബുദ്ധി അത് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നത്. നമ്മുടെ ബുദ്ധി സ്വതന്ത്രമായ ഒരു സാഹചര്യത്തിൽ അത് നന്നായി പ്രവർത്തിക്കും. എന്നാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം. നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകുന്ന ഉദാത്തമായ ഒരു മാതൃകയാണ് സീതയുടെ മാതൃക. സീത ആകാശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കി. കുറെ കുരങ്ങുകൾ ഒരു സ്ഥലത്ത് കളിക്കുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ സീത അവൾ ഉടുത്ത വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണം കീറിയെടുത്തിട്ട് അതിൽ തൻ്റെ ആഭരണങ്ങൾ പൊതിഞ്ഞ് താഴേക്കെറിയുകയാണ്. കുരങ്ങന്മാർ അത് കയ്യിലെടുക്കുന്നുമുണ്ട്. അതായത് എൻ്റെ രാമൻ എന്നെ അന്വേഷിക്കും, ഉറപ്പാണ്. ഈ സമയത്ത് ഞാൻ ഈ ദിക്കിലേക്കാണ് പോയത് എന്ന് രാമന് മനസ്സിലാകുവാൻ ഇത് ഉപകരിക്കുമെങ്കിലോ, ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഉപകരിക്കുമെങ്കിലോ എന്നതിൽ ഒരു അവസരം ലഭിച്ചപ്പോൾ അതിനെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞു സീതയ്ക്ക്. അതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പതറിപ്പോകാതെ മനസ്സിനെ നിർത്താൻ കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയും. സീതയ്ക്ക് ഉറപ്പായിരുന്നു, ഞാൻ ഇവന്റെ കൂടെ പോയേ മതിയാവുള്ളൂ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭർത്താവ് എന്നെ തിരഞ്ഞ് ഇവനെ തേടി വരും എന്ന കാര്യത്തിലും ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയാണ് സീത തൻ്റെ ആഭരണങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് ഒരു ചെറിയ തുണിയിൽ പൊതിഞ്ഞ് താഴേക്ക് വലിച്ചെറിയുന്നത്. സീതയുടെ ഈ ആഭരണങ്ങളാണ് പിന്നീട് രാമന് വലിയ സഹായകമായി തീരുന്നത്. സീതയുടെ ആഭരണങ്ങൾ ഓരോന്നും രാമൻ തിരിച്ചറിയുകയും അത് പോയ ആ ഭാഗത്തേക്ക് തന്നെയാണ് സീതയെ കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കുമ്പോൾ 4 ദിക്കുകളിൽ ലങ്കയുടെ ദിക്കിനെ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നു രാമന് എന്ന് മനസ്സിലാക്കുക. സീതാദേവി ലങ്കയിൽ എത്തപ്പെടുകയാണ്. ലങ്ക അതിമനോഹരമാണ്. സുവർണമയ്യാണ് ലങ്ക. കാരണം ഇത് കുബേരന്റെ കൊട്ടാരമായിരുന്നു. വൈശ്രവണൻ കുബേരനെ ആട്ടി ഓടിച്ചിട്ടാണ് രാവണൻ ലങ്ക പിടിച്ചടക്കിയത്. കുബേരൻ്റെതാണ് ഈ വിമാനവുമെല്ലാം തന്നെ. അങ്ങനെയാണ് അതിമനോഹരമായ ലങ്ക, സ്വർണമയ്യായ ലങ്ക. പക്ഷേ ഭരിക്കുന്ന രാജാവ് സ്ത്രീലമ്പടൻ, ദുഷ്ടൻ, അഹങ്കാരി. രാവണൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ നാട്ടിൽ സമ്പൽ സമൃദ്ധി ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ ധാർമ്മിക ബോധമില്ലാത്ത രാജാവിൻ്റെ കീഴിൽ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലായിരുന്നു, അശാന്തിയിലായിരുന്നു. പക്ഷേ രാജാവിനെ ഭയന്നിട്ട് രാജാവിൻ്റെ തെറ്റുകൾ ആരും പറഞ്ഞിരുന്നില്ല. രാജാവിൻ്റെ തെറ്റുകൾ രാജാവിനോട് സൂചിപ്പിച്ച ഒരൊറ്റ ആൾ അനുജനായ വിഭീഷണനായിരുന്നു. വിഭീഷണനും അവിടുന്ന് ഓടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ലങ്കയിലെത്തപ്പെട്ട സീതയുടെ ജീവിതത്തിലൂടെയാണ്, അവിടെയുള്ള തത്വവിചാരങ്ങളെ കുറിച്ചാണ് നമുക്ക് നാളെ മുതൽ സംസാരിക്കേണ്ടത്. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.